സുഹൃത്തുക്കളെ, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് പറയപ്പെടുന്ന ആളാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഞാൻ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലസ്തീൻ്റെ കൂടെയാണ്. കാരണം പലസ്തീനിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് വന്നിട്ട് ഒരു ജൂത രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് തെറ്റാണ്. അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതും തെറ്റാണ്. അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് മതേതര രാജ്യമാണ്. മതം അവരവർ പ്രാക്ടീസ് ചെയ്തോട്ടെ, പക്ഷെ അത് മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന മതനിയമങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലാതാവണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ജെറുസലേം മുസ്ലിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് തെറ്റാണ്, ജൂതന്മാർക്ക് വേണമെന്ന് പറയുന്നതും തെറ്റാണ്. അത് പൊളിച്ചിട്ട് അവിടെ കക്കൂസ് പണിയുകയോ, കക്കൂസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ള സംഗതിയാണ്, അപ്പോൾ അവിടെ കക്കൂസ് പണിയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ആലോചിക്കുകയാണ്. അവരുടെ തലസ്ഥാനങ്ങളിൽ വന്നിട്ട് ബെയ്റൂത്തിൽ ഹിസ്ബുള്ള നേതാവിനെ കൊല്ലുകയാണ്. ഇറാനിൽ ടെഹ്റാനിൽ വെച്ചിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഹമാസ് പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ തലമുതിർന്ന നേതാവിനെ കൊന്നു. അപ്പോൾ ഇതിനൊന്നും പ്രതികരിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല. തല്ല് വാങ്ങിയിട്ട് അപമാനിക്കപ്പെട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്, പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇറാഖിൽ വന്നിട്ട് അമേരിക്ക ഇറങ്ങിപ്പോയി. അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് പേര്, ലക്ഷങ്ങൾ, 5 ലക്ഷമൊക്കെയാണ് ഇറാഖിൽ കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. സാധാരണ സിവിലിയൻസ്, അത് അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ ക്രിസ്തീയ ശക്തികൾ വന്നിട്ടാണ് അവിടെ മേഞ്ഞു പോയത്. അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള അമേരിക്ക എന്ന രാജ്യം വന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ മേഞ്ഞിട്ട് പോയി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത് തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളായ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. സെപ്റ്റംബർ 11 അമേരിക്കൻ ഭീകരാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേര് പങ്കെടുത്തുള്ള സൗദിയിൽ നിന്നാണ്. സൗദി ഒന്നും ചെയ്തില്ല. ഈജിപ്ത് ഉണ്ട്, ലബനാനുണ്ട്, UAE ഉണ്ട്. ഇറാഖിൽ നിന്ന് ഒരു പൗരനും ഉണ്ടായിരുന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരു പൗരനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആക്രമിച്ചത് ഇറാഖാണ്. അവിടെ രാസായുധങ്ങളുണ്ടെന്ന് പറഞ്ഞു, കിട്ടിയില്ല. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. ഈ 4-5 ലക്ഷം ആളുകൾ അത് മുസ്ലിങ്ങളല്ലേ, ചത്തുപോട്ടെ എന്നുള്ള ചിന്താഗതികളാണ് മറ്റുള്ളവർക്ക്. അങ്ങനെയുള്ളൊരു മനോഭാവം എനിക്കില്ല. അപ്പോൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം മുസ്ലിങ്ങളുടെ ചിന്ത ഇന്നും പെണ്ണുങ്ങളുടെ വസ്ത്രധാരണത്തിലും അവരുടെ മുടി കാണുന്നതിലും രാവിലെ സുബഹി നിസ്കാരം കളാകുന്നതിലും ഒക്കെയാണ് മുസ്ലിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭ്രാന്തന്മാരെ, സ്വബോധമില്ലാത്ത മണ്ടന്മാരെ ആർക്കും വന്ന് എന്തും ചെയ്യാം, അവരെ ആക്രമിക്കാം. കാരണം അവർക്ക് ബോധമില്ല, മണ്ടന്മാരല്ലേ. അപ്പം മണ്ടന്മാരോട് എന്ത് തെറ്റും ആർക്കും ചെയ്യാം. അതാണ് നിലവിലെ അവസ്ഥ. ഇപ്പം മിഡിൽ ഈസ്റ്റ് യഥാർത്ഥ പ്രശ്നം ഇസ്ലാമാണ്. അത് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഷിയ സുന്നി എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തല്ലുകയാണ്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ജയിലിലും അല്ലാതെയും ഞാൻ മുസ്ലിം രാജ്യത്ത് 18 വർഷം ജീവിച്ച ആളാണ്. ദുബായ് എന്നുള്ള സ്ഥലത്ത് പല രാജ്യത്തെ ആളുകളുമായിട്ടും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ആർക്കും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. സുന്നി ഷിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിവൈഡാണ്. മുഹമ്മദ് എന്നും മരണപ്പെട്ടോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഷിയ സുന്നി അടി. ഇന്ന് വരെ തീർന്നിട്ടില്ല, ഇനി തീരാൻ പോകുന്നുമില്ല. അത് തീരണമെങ്കിൽ ഇസ്ലാം തീരണം. ഇസ്ലാമുള്ള കാലഘട്ടത്തിലോ ഇസ്ലാമുള്ള കാലത്തോളം ഈ ഷിയയും സുന്നിയും തമ്മിൽ അടിയുണ്ടാകും. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷിയ സുന്നി പിന്നെ ഇസ്ലാം. അവരുടെ ചിന്ത മൊത്തം രാവിലെ നിസ്കരിക്കുമ്പോൾ വുളു പോയോ, നിസ്കാരം ശരിയായോ എന്നൊക്കെയാണ് അവരുടെ ചിന്ത. അപ്പോൾ ചിന്തകൾ മാറ്റി വിദ്യാഭ്യാസത്തിനും ശാസ്ത്രത്തിനും കൂടുതൽ പരിഗണന നൽകുക, എന്നാലേ ഇതിന് രക്ഷയുള്ളൂ. കൂടുതൽ ലിബറലാവുക എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ ലിബറലായതുപോലെ ഒരു പക്ഷത്ത് മൊത്തം ലിബറൽ, കല്യാണം കഴിക്കില്ല, മൊത്തം കൂത്താടി നടക്കുക, അങ്ങനെയുള്ള ലിബറലിസം അല്ല പറയുന്നത്. ഫാമിലി വേണം, നമ്മളെ കുട്ടികളെ ഉണ്ടാക്കണം. പക്ഷെ അതൊരു മിതമായ രീതിയിൽ പ്രകൃതിയെയും അറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് വേണം കുട്ടികളെ ഉണ്ടാക്കാൻ. ഇപ്പോൾ യൂറോപ്പിലൊക്കെ എന്താ സംഭവിക്കുന്നത്? യൂറോപ്പിൽ ലിബറൽസ് കുട്ടികളെ ഉണ്ടാക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. കൺസർവേറ്റീവ്സ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലമുറ കഴിയുമ്പോൾ ആ രാജ്യത്ത് കൂടുതൽ കൺസർവേറ്റീവ്സുകൾ വരും, ജനസംഖ്യ കുറയും. അപ്പോൾ അവർ ജനസംഖ്യ കുറയുമ്പോൾ മറ്റുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഈ തീവ്രവാദം കൂടി ഒന്നിച്ച് കയറി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പാശ്ചാത്യർ നേരിടുന്നത്. ജാപ്പാൻ്റെ കാര്യം നോക്കൂ. ജാപ്പാനിൽ ജനസംഖ്യ കുറയുകയാണ്. അവർ പുറത്തുനിന്നും ആളുകളെ അകത്തേക്ക് കയറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ റോബോട്ട്സുകൾ ഉപയോഗിക്കേണ്ടി വരികയാണ്. അവിടെ വയസ്സന്മാർ മാത്രം വരികയാണ്. ഇപ്പോൾ ഒരു തലമുറ കഴിഞ്ഞാൽ, ഒരു 2-3 തലമുറ കഴിഞ്ഞാൽ ജപ്പാനിലൊക്കെ ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെയുള്ള എക്കോണമിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ഒരു വശമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ സ്വയം മനസ്സിലാക്കുക, മുഹമ്മദ് നബിയും ഇസ്ലാമും ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ അതിൻ്റേതായ ധർമ്മങ്ങൾ ഇസ്ലാം നിർവഹിച്ചിട്ടുണ്ട്. തമ്മിൽ തല്ലി ജീവിച്ചിരുന്ന അറേബ്യൻ ജനതയെ ഒരുമിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പുരോഗമനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും എനിക്കറിയാം, ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ
അയൽക്കാർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടോ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ എനിക്കത് സാധിക്കാറില്ല. അപ്പോൾ ഞാൻ വരുന്ന ഒരു അമുസ്ലിമായ വീടുകളിൽ സ്ത്രീകൾക്ക് മെൻസസ്സാകുന്ന സമയത്ത് അവർ തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലാണ് താമസിപ്പിക്കുക, വീട്ടിൽ താമസിപ്പിക്കില്ല. അപ്പോൾ അതൊരു ഹൈന്ദവ ആചാരമാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. ഒരിക്കലും അല്ല. നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിളിലും മെൻസസ്സായ സ്ത്രീകൾ ഇരുന്ന സ്ഥലം പോലും അശുദ്ധമാണ്, അവിടെ വൃത്തിയാക്കണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ മെൻസസ്സായ സമയത്ത് തൻ്റെ ഭാര്യ ആയിഷ കുടിച്ച ഗ്ലാസ്സിൽ അവിടെ തന്നെ വായ വെച്ചിട്ട് കുടിച്ച വിപ്ലവ നായകനാണ് മുഹമ്മദ് നബി. മെൻസസ്സായ സമയത്ത് സ്ത്രീകളോടൊപ്പം ഒരു പുതപ്പിൽ കിടന്നവനാണ് മുഹമ്മദ് നബി. ആ സമയത്ത് സ്ത്രീകളുമായിട്ടുള്ള ഫോർ പ്ലേകൾ മുഹമ്മദ് നബി ചെയ്തിട്ടെന്ന് പറയുന്നത് അത് കാമഭീകരതൊന്നുമല്ല, അത് മുഹമ്മദ് നബിയുടെ പുരോഗമനമാണ്. മുഹമ്മദ് നബി ലോകത്തിന് അത് കാണിച്ചു കൊടുത്താണ്. അതേപോലെ മുഹമ്മദ് നബി നിസ്കരിക്കുമ്പോൾ ഇമാമ നിൽക്കും പ്രാർത്ഥനയിൽ. രണ്ടാമതായി നിൽക്കുന്നത് ബിലാലാണ്. അപ്പോൾ മക്കത്ത് ആഫ്രിക്കക്കാരോട് നടന്നിരുന്ന ക്രൂരതകൾ അത് ആഫ്രിക്കക്കാരെ കൊണ്ട് അടിമകളാക്കി. മുഹമ്മദും യുദ്ധത്തിലൂടെയൊക്കെ അടിമകളാക്കിയിട്ടുണ്ട്. പക്ഷേ താരതമ്യേന അക്കാലഘട്ടത്തിൽ മുഹമ്മദ് ആഫ്രിക്കക്കാർ അങ്ങനെ തരംതിരിച്ചിട്ടല്ല, ആൾക്കാരുടെ നിറം നോക്കിയിട്ടല്ല അടിമകളാക്കിയിരുന്നത്. യുദ്ധം ചെയ്ത് എല്ലാവരും അടിമകളാക്കിയിട്ടുണ്ട്. ഇസ്ലാമാവാത്ത അത് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിമകളാക്കലായിരുന്നു, ജാതിപരമായിട്ടല്ല. അന്നുള്ള ആഫ്രിക്കക്കാർക്കൊക്കെ 6-ാം നൂറ്റാണ്ടിലെ കാര്യമായിട്ടോ പറയുന്നത്. സമത്വമൊക്കെ വാഗ്ദാനം ചെയ്ത ഒരാളാണ് മുഹമ്മദ് നബി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ കലണ്ടർ മാറി. അക്കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് പകുതി സ്വത്തവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. മറ്റുള്ള സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് സ്വത്തവകാശം വരുന്നത് തന്നെ ഈ വളരെ അടുത്ത കാലത്താണ്, ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ പുരോഗമനപരമായിരുന്നു. വിഗ്രഹാരാധന ഇല്ല. എനിക്കറിയാം പല മുസ്ലിം സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏത് മതക്കാരുടെ സ്ഥാപനമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുക പ്രയാസം. ഹിന്ദുവിൻ്റെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ കാണാം. ഒരു ക്രിസ്ത്യാനിയുടെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുരിശ് കാണാം, യേശുവിനെ കാണാം. അറബികളുടെ ഇടയിലൊക്കെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ മക്കത്തിൻ്റെ ഫോട്ടോ, പിന്നെ ഖുറാനിലെ അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് തൂക്കി വെച്ചിട്ട് കാണാം. അത് നമ്മുടെ കൾച്ചറൽ പ്രശ്നങ്ങളാണ്. ഇവിടെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നിർത്തി ആരാധിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കിടത്തി ജാറമെന്ന് പറഞ്ഞിട്ട് കിടത്തി ആരാധിക്കുന്നു. സങ്കര വർഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഞാൻ മൊത്തം ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് അവർ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്കൊന്നും വിഗ്രഹങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലഘട്ടത്തിൽ കൂടുതൽ ഈ മതം പ്രചരിപ്പിക്കാനൊക്കെ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നിസ്കാരം അങ്ങനെ പല സംഗതികൾ കൊണ്ടുവന്നു. അത് പിന്നീട് ഇസ്ലാമിനൊരു ഭാരമായി മാറി. അതിൻ്റെ ആവശ്യം തീർന്നപ്പോൾ അത് വീണ്ടും ആചരിച്ച് വരുമ്പോൾ ഇപ്പോൾ ഹിന്ദുക്കൾ നിലവിളക്ക് കത്തിക്കും പോലെ ഒരു കാലഘട്ടത്തിൽ വെളിച്ചമില്ലാത്ത സമയത്ത് നിലവിളക്ക് ആവശ്യമായിരുന്നു. ഇന്ന് നല്ല LED ബൾബുണ്ട്, പകൽ പട്ടാപ്പകൽ നട്ടുച്ചക്കൊക്കെ നിലവിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മണ്ടത്തരമാണ്. അതേപോലെ മുസ്ലിങ്ങളും മനസ്സിലാക്കണം. മുസ്ലിങ്ങളും ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ് ആവണം. ഇസ്മായിൽ ഹാനിയെ കൊന്നപ്പോൾ രക്ഷിക്കാൻ ദൈവം വന്നു. 40,000 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. അവരുടെ നാട് മൊത്തം നശിച്ചു. അവരുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ മൊത്തം കോൺക്രീറ്റ് പൊടികളാണിന്ന്. അവർ പട്ടിണി കിടന്ന് നരകിക്കുന്നുണ്ട്. രക്ഷിക്കാൻ അള്ളാഹു വന്നോ? ജൂതന്മാരെ പോലെ ജൂതന്മാരെ കാണുന്നില്ല, പഠിക്കുന്നു, നൊബേൽ ഉണ്ടാക്കുന്നു. അമേരിക്ക ജൂതന്മാരുടെ പിന്നാലെ പോകാൻ കാരണം അമേരിക്കയിലെ വമ്പൻ കമ്പനികളൊക്കെ ജൂതന്മാരുടെ കയ്യിലാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക്, പ്രസിഡന്റിനൊക്കെ ഫണ്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, മറ്റുള്ള പാർട്ടി നടത്താനുള്ള ഫണ്ട് ഒക്കെ ചെയ്യുന്നത് ജൂതന്മാരാണ്. അതുകൊണ്ടാണ് ജൂതന്മാരോട് അമേരിക്ക അടിമത്തം കാണിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്. കാരണം അവർക്ക് അറിവുണ്ട്, അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവരുടെ കയ്യിൽ സ്വാധീനമുണ്ട്. ഈ സാധാരണ മുസ്ലിങ്ങൾക്കില്ല. അവർക്ക് നിസ്കാരം മാത്രമേ ഉള്ളൂ, അവർക്ക് നോമ്പ് മാത്രമേ ഉള്ളൂ. അവർ ശ്രദ്ധിക്കുന്നത് പെണ്ണിൻ്റെ മുടിയിൽ തട്ടമുണ്ടോയെന്നാണ്, പെണ്ണിൻ്റെ ഏതെങ്കിലും ഒരു ശരീരം വെളിവാകുന്നുണ്ടോയെന്നാണ്. എന്തിനിങ്ങനെ നരകിച്ച് ജീവിക്കണം? ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്ന ഒരുത്തൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവന് കുറ്റബോധമാണ്. സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോയല്ലോ, ആ കുറ്റബോധം കൊണ്ട് അവൻ ളുഹർ നമസ്കാര സമയത്ത് എത്തുന്നു. അവൻ ജോലി തിരക്ക് കണ്ടും മടി കൊണ്ട് അത് പറ്റുന്നില്ല. അങ്ങനെ അസ്ർ നിസ്കാരം ആകുമ്പോൾ 2 നിസ്കാരം കളാക്കിയെന്നുള്ള കുറ്റബോധം. അതിങ്ങനെ ഈ കുറ്റബോധം ഇങ്ങനെ അടിഞ്ഞ് കൂടിയിട്ട് കുറ്റബോധത്തോടു കൂടി ജീവിക്കുകയാണ്. എന്ത് കാര്യത്തിന്? ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഹമാസുകാരെ പോലെ കൊല്ലപ്പെടുന്നതാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അത്യാവശ്യം എൻജോയ്മെൻ്റൊക്കെ വേണം. നന്നായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് തലയിലൊക്കെ തല പെരുക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് എൻജോയ്മെൻ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ എൻജോയ് ചെയ്യുക. നമ്മളെന്തിനാണ് ജൂതന്മാരെ വെറുക്കുന്നത്? നമ്മൾ ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല. മതത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും നമ്മളവരെ സ്നേഹിക്കുക. മുസ്ലിങ്ങളെ സ്നേഹിക്കുക, അമുസ്ലിങ്ങളെ സ്നേഹിക്കുക, ഹിന്ദുവിനെ സ്നേഹിക്കുക, ജൂതനെ സ്നേഹിക്കുക, അവരുമായിട്ട് ബിസിനസ് ചെയ്യുക, അവരുമായിട്ട് പ്രണയങ്ങളിൽ ഏർപ്പെടുക, അവരുമായിട്ട് പഞ്ചാര അടിക്കുക, ഡാൻസ്, സ്കിറ്റ്, അങ്ങനെയുള്ള എൻജോയ്മെൻറ്റുകൾ, ക്ലബ്ബുകൾ തുടങ്ങുക, ബീച്ചുകളിൽ പോയി കുളിക്കുക. അപ്പോൾ കുളിക്കുമ്പോൾ കാണുമ്പോൾ പരസ്പരം ആണിനും പെണ്ണിനായാലും കാണുമ്പോഴൊക്കെ
ഒരു ചെറിയൊരു സുഖം കിട്ടും. അങ്ങനെയുള്ള സുഖങ്ങൾ നല്ലതല്ലേ? അങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ സുഖിച്ചാൽ തൻ്റെ സൃഷ്ടാവ് ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ സൃഷ്ടാവ് സന്തോഷിക്കല്ലേ ചെയ്യുക? കുഴപ്പമില്ലല്ലോ. എൻ്റെ സൃഷ്ടികൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് കഴിയുകയാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തിൽ കഴിയുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ മാതാവെന്ന നിലയിൽ നമ്മൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക? അതേപോലെ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് സന്തോഷമല്ലേ ഉണ്ടാവുക? അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുക, ഇല്ലെങ്കിൽ നാട്ടുകാർ കടന്നു മേയും. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിധികൾ നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സമാധാനം വരട്ടെ, സന്തോഷം വരട്ടെ. മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ പ്രശ്നം ഇസ്ലാമാണ്. അത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. ഇസ്ലാം ലോക പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. ശരി.